ഹലോ, എന്നത്തെയും പോലെ വളരെ ഹാപ്പിയോടെ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ പാർട്ട് 2 എന്താണെന്ന് അറിയണ്ടേ? അയ്യോ, അപ്പൊ ഞാൻ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? April 26th. അങ്ങനെ ഞങ്ങളുടെ കല്യാണം അവിടെ തീരുമാനിക്കപ്പെടുകയാണ് ഗൈസ്, തീരുമാനിക്കപ്പെടുകയാണ്. പിന്നെ ഫുള്ള് തിരക്കും ബഹളമായിരിക്കുമല്ലോ. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് അടുത്ത് ചെയ്ത് തീർക്കേണ്ടത്. ആളുകളെ വിളിക്കണം, കല്യാണ മണ്ഡപം ഫിക്സ് ചെയ്യണം, വണ്ടി ബുക്ക് ചെയ്യണം, ഇങ്ങനെ എന്തൊക്കെ ഫുഡ് മെയിൻ മറന്നുപോയി, നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്യണം. ഇങ്ങനത്തെ കലാപരിപാടികളെല്ലാം തന്നെ ഉള്ളത് കൊണ്ട് ഫുൾ ബിസി ആയിരുന്നു എല്ലാവരും. ചെക്കൻ്റെ വീട്ടിൽ സൈഡ് ആയിക്കോട്ടെ നമ്മുടെ സൈഡ് ആയിക്കോട്ടെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പരിപാടികളായിട്ട് എല്ലാവരും കംപ്ലീറ്റ് ബിസി ആയിരുന്നു. പക്ഷെ ആ സമയത്തും ഞാൻ ചെന്നൈയിലാണ്. ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ആഫ്റ്റർ മാരേജ് നമുക്ക് ഒരുപാട് പ്ലാനുകളൊക്കെ ഉള്ളതുകൊണ്ട്. കാരണം നമ്മുടെ പ്ലാനൊക്കെ കേട്ടോ നിങ്ങൾ പറഞ്ഞിട്ടിപ്പോൾ അമ്മാതിരി പ്ലാനും കാര്യങ്ങളാണ് നമുക്ക്. അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് ഒരു 1 വീക്ക് മുന്നേ ലീവ് എടുത്താൽ മതിയെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്ത് തീർക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ രണ്ട് ഫാമിലി. ഈ തിരക്കിലൊക്കെ വെർച്വലായിട്ട് ഉണ്ടായിരുന്ന രണ്ടാൾക്കാരാണ്, ഒന്ന് ഞാനും എൻ്റെ അമ്മയും. അപ്പൊ നിങ്ങൾക്ക് തോന്നും അതെന്താ അങ്ങനെ ഒരു പ്രയോഗം വിർച്വലായിട്ടെന്ന്? കാരണം ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഇറ്റലിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഡോക്യുമെന്റ് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കല്യാണത്തിന് 1 മാസം മുന്നേ വരാം എന്നുള്ള ഒരു പ്ലാനോട് കൂടിയായിരുന്നു കേട്ടോ അമ്മ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡ്, അതായത് എൻ്റെ ചിറ്റയും കൊച്ചച്ഛനുമാണ്. എൻ്റെ അമ്മ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അവരാണ് ഭംഗിയായിട്ട് ചെയ്തു തീർത്തത്. പിന്നെ എൻ്റെ അച്ഛൻ്റെ അനിയനും, ഇവര് 3 പേരും അവര് സ്വന്തം മോൾക്ക് ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ഇപ്പോഴും എൻ്റെ ലൈഫിലെ ഓരോ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പിലും അവർ 3 ആളും ഉണ്ട് കേട്ടോ. സോ അവരാണ് എൻ്റെ കാര്യങ്ങളെല്ലാം, ഇവിടെ അമ്മയില്ല എന്നുള്ള ഒരു കുറവ് കാണിക്കാതെ എല്ലാ കാര്യങ്ങളും അവർ കല്യാണത്തിന് മുന്നേ ഭംഗിയായിട്ട് ഇവിടെ ചെയ്തു. ഞാനും ആ സമയത്ത് ചെന്നൈയിലായിരുന്നു. കാരണം ഞാൻ അതിനു മുന്നേ അവിടുന്ന് ലീവും എല്ലാം എടുത്തോണ്ട് ഇവിടെ വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം ഇവിടെ ചെയ്യേണ്ടത് എല്ലാവരും നല്ല സൂപ്പറായിട്ട് നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനായിട്ട് വന്നൊന്നും കൊളാക്കണ്ട. നീ ജസ്റ്റ് അവിടെ നിന്ന് നിനക്ക് എന്താ വേണ്ടത്, എങ്ങനെയാ വേണ്ടത് എന്നുള്ളതൊക്കെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി. വെറുതെ ലീവ് വേസ്റ്റ് ആക്കണ്ടാന്ന് എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ധാരണയെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് ഒരാഴ്ച മുന്നേ ലീവ് എടുത്തിട്ട് ബാക്കി ലീവൊക്കെ നമുക്ക് ആഫ്റ്റർ മാരേജ് യൂസ് ചെയ്യാം. കാരണം ഞങ്ങൾക്ക് പക്കാ പ്ലാനിങ് ആയിരുന്നു. നമുക്ക് അവിടെ പോണം, ഇവിടെ പോണം, അങ്ങനെയുള്ള ഭയങ്കര ടൂർ പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു ആഫ്റ്റർ മാരേജ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് ലീവ് അധികം ആവശ്യം വരും. അങ്ങനെ കല്യാണം ഉറപ്പിച്ച സമയത്ത് ചെക്കൻ്റെ സൈഡിൽ നിന്ന് അവർ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു കേട്ടോ. പക്ഷേ അതെനിക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നെങ്കിലും, പണ്ട് ആരൊക്കെയോ പറഞ്ഞതുപോലെ ഈ കല്യാണം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, 2 ആളുകൾ മാത്രം സംബന്ധപ്പെട്ടതല്ല, 2 ഫാമിലിയും സംബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ കാര്യത്തിലായപ്പോൾ റീസൺസ് കുറച്ചും കൂടെ ആഡായി. 2 ആളുകൾ മാത്രമല്ല, 2 ഫാമിലിയും, 2 സ്റ്റേറ്റും, 2 ഭാഷയും, 2 കൾച്ചറും ഒക്കെ ഇതിൻ്റെ അകത്തൊരു ഫാക്ടറായി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കേണ്ടി വരും. ഇത് എൻ്റെ ഫാമിലിയുടെയോ ഇല്ലെങ്കിൽ എൻ്റെ കാര്യമോ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. 2 ഫാമിലിയും അവരുടെ രീതിയിൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കല്യാണം നടത്തുന്നത്. അങ്ങനെ കല്യാണത്തിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ സാധാരണ കണ്ടുവരുന്ന രീതി ചെക്കനും പെണ്ണുമായി ഞങ്ങളും ഫോളോ ചെയ്തിട്ടോ. പ്രീ വെഡിങ് ഷൂട്ടും മെസ്സേജസും കോൾസും ആയിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ പരിപാടി കുറച്ചുകൂടെ കളറാക്കി. ഇനി ഒന്നിനും ഒരു കുറവ് വരുത്തണ്ടല്ലോ. അങ്ങനെ ഞങ്ങളുടെ പ്രീ വെഡിങ് ഷൂട്ടിന്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം ട്ടോ. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആരും പേടിക്കരുത്, ആരും പേടിക്കരുത്, എല്ലാവരും ഓടിക്കോ എന്നുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത്, ആരും പേടിക്കരുത് ഞങ്ങളുടെ ആ സമയത്ത് കോലം കണ്ടിട്ടിട്ട്. കാരണം എക്സ്പെഷ്യലി എന്നെ, ഞാൻ പറഞ്ഞിട്ടില്ല ഓൾറെഡി, ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ പോലെ മെലിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെലിഞ്ഞ് തൊലിഞ്ഞ് പോകുന്ന ഒരവസ്ഥ എൻ്റെ അമ്മോ ഒന്നും പറയാൻ പറ്റില്ല. സോ അതുകൊണ്ടിട്ട് പറയാണ്, ആരും പേടിക്കരുത്. അങ്ങനെ എല്ലാം ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മളും ആ കരക്കമ്പി കേട്ടത്. എന്താ? 11 കൊറോണ. അപ്പം എനിക്കിപ്പോൾ മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും എന്താന്നുള്ളത്. ബട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഗൈസ് ഇവിടെ കഥ. ട്വിസ്റ്റ് ഉണ്ട്, ട്വിസ്റ്റ്.
സമയത്ത് ഇത് ഇന്ത്യയിൽ അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ നമുക്ക് ന്യൂസൊക്കെ ഭയങ്കരമായിട്ട് വരുന്ന സമയമായിരുന്നു. നമ്മൾ അത്രയും ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കേൾക്കുകയും ന്യൂസിലൂടെ ഒക്കെ കാണുമ്പം എല്ലാവരെയും പോലെ തന്നെ ഞാനും ഭയങ്കര പേടിച്ച് എനിക്ക് ആകെ ടെൻഷനായിരുന്നു ആ സമയത്ത്. അപ്പം ആ സമയത്തൊക്കെ തരണി കോൾ ചെയ്യുമ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോവോ, അയ്യോ ഇനി ഉറപ്പിച്ച് വെച്ച കല്യാണമൊക്കെ കഴിക്കാതെ ഇനി നമ്മൾ മരിക്കേണ്ടി വരുമോ, ഈവൻ എൻ്റെന്നായിരിക്കില്ല ആ സമയത്ത് പലരുടെയും ചിന്ത അതായിരിക്കും. നമുക്ക് മരിക്കാൻ പേടിയുണ്ടായിട്ടായിരിക്കില്ല, പക്ഷെ നമുക്ക് അങ്ങനെ മരിക്കാൻ നമുക്ക് ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. ലിറ്ററലി ആ പേടിയാണ് ആ ഒരു എന്താ പറയുക, നൈറ്റ് മെയർ ആണ് നമുക്ക് ആ ഒരു ഡേയ്സ് ഒക്കെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് എല്ലാവരെ പോലെ തന്നെയായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ മരിക്കേണ്ടി വരുമോ. അങ്ങനെ കുറേശ്ശെയായിട്ട് നമ്മൾ കൊറോണ എന്താന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങി വരുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. നമ്മുടെ സൈഡും കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, ലോക്ക്ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ സമയത്ത് ചെന്നൈയിൽ വർക്ക് ചെയ്യണേ. ഞങ്ങളുടെ പ്രോജക്റ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ബാങ്കിങ് പ്രോജക്റ്റ് ആണ്. അപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ODC ഹൈലി സെക്യൂർഡ് ആണ്. ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പ്രോജക്റ്റും ഹൈലി കോൺഫിഡൻഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷനേ ഇല്ല. അതേപോലെ തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ലാപ്ടോപ്പിലായിരിക്കില്ല, ഹോൾ സിസ്റ്റത്തിലാണ്, ഫുൾ കമ്പ്യൂട്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് സീരിയസ് ആവുന്നതിന് മുന്നേ നമ്മൾ ഓഫീസിലിരുന്നായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ആ ഒരു സിറ്റുവേഷനിലും. ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ എൻ്റെ പ്രോജക്റ്റ് ഒഴികെ ബാക്കി എല്ലാ പ്രോജക്റ്റിലുള്ള ആളുകളോടും വീട്ടിലിരുന്ന് വർക്ക് ചെയ്തോ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലവർ തന്നെ എല്ലാവരും നേറ്റീവിലേക്ക് പോയി, ഒന്നോ രണ്ടോ ആളുകൾ മാത്രം ബാക്കി പ്രോജക്റ്റിൽ നിന്ന് വരാൻ തുടങ്ങി. ഞങ്ങളുടെ ഹോൾ പ്രോജക്റ്റ് എപ്പോഴും ഓഫീസിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ധരണി നേറ്റീവിലേക്ക് പോയി. ഓക്കെ, എന്തായാലും വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഉണ്ടല്ലോ, പോയിട്ട് കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് വർക്ക് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ധരണി ഓൾറെഡി നാട്ടിലേക്ക് പോയി. ചെന്നൈയിൽ നിന്ന് 3 hours ഉണ്ട് കേട്ടോ ധരണിയുടെ വീട്ടിലേക്ക് പോകാൻ, വിഴുപ്പുരം. അപ്പോൾ ഞങ്ങൾ അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 3 ഗേൾസ് ഓഫീസിന് ബാക്ക് സൈഡിൽ ഒരു റെൻ്റൽ ഹൗസ് എടുത്തിട്ട് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള 2 പേരും കോയമ്പത്തൂരുള്ളവരാണ്. അപ്പോൾ ഞങ്ങൾ 3 ആളാണ് മൊത്തം അവിടെ ഉള്ളത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് വർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഷിഫ്റ്റ് ഉണ്ട്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, നൈറ്റ്. അപ്പോൾ ഗേൾസ് എക്സ്പെഷ്യലി നൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അന്ന് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഞങ്ങൾ 3 ആളാണ് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയിരുന്നു. ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങളുടെ മാനേജർ ഞങ്ങളെ പെട്ടെന്ന് വിളിച്ച് പറയുന്നത്, അവരെല്ലാം, കാരണം ഈ സിറ്റുവേഷൻ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് അവർ മീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്ത് അവരൊരു ഡിസിഷൻ എടുത്തു. ഓക്കെ, നമ്മുടെ പ്രോജക്റ്റ് എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ കൊടുക്കാൻ പോകണം, പക്ഷെ നമുക്ക് ആ സമയത്ത് ലാപ്ടോപ്പ് ഇല്ല, നമ്മൾ ഹോൾ സിസ്റ്റം ആണ് അവർ പ്രൊവൈഡ് ചെയ്തത്. നമുക്ക് നമ്മുടെ ഓഫീസിൽ ഏത് സിസ്റ്റത്തിൽ ഇരിക്കുന്നോ ആ സിസ്റ്റം തന്നെ നമുക്ക് തരും. അത് പാക്ക് ചെയ്ത് നമ്മളോട് വീട്ടിൽ പോയി കൊണ്ടുപോകണം. അപ്പം ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ മാനേജർ പറഞ്ഞു, നിങ്ങളെല്ലാവരും വന്നു, പെട്ടെന്ന് വന്ന് സിസ്റ്റം കളക്ട് ചെയ്തിട്ട് എല്ലാവരും ഇന്ന് തന്നെ നേറ്റീവിലേക്ക് പോകാൻ നോക്കുക. കാരണം നാളെ തൊട്ടിട്ട് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, റൂൾസൊക്കെ ഭയങ്കര സ്ട്രിക്ട്ലി ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വന്ന് ഇന്ന് തന്നെ നേറ്റീവിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഇതിലും എനിക്ക് എന്താ വലിയ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രോജക്റ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വിത്തിൻ തമിഴ്നാടുമാണ്. 1-2 പേര് മാത്രമേ ഉള്ളൂ ഔട്ട് ഓഫ് തമിഴ്നാടു, കർണാടക ആ സൈഡ് എന്തോ ആണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഒരാൾ നാട്ടിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിൽ നാട്ടിലേക്ക് വരുന്ന ഒട്ടുമിക്ക ആളുകൾക്കറിയാം, നമ്മൾ 1 മാസം മുന്നേ നോക്കിയാൽ പോലും നമുക്ക് കേരളത്തിലേക്ക് വരാൻ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടാറില്ല. അത് എൻ്റെ സൈഡ് ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇത് ഇപ്പോഴും അല്ല കേട്ടോ, ഞാൻ കോളേജ് പഠിക്കുമ്പോൾ തൊട്ടിട്ട് എൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം കോളേജ് പഠിക്കുമ്പോഴും ഞാൻ UG പഠിക്കാനാണ് കോളേജിൽ പോയത്. സാധാരണ എല്ലാവരും PGക്കാണ് പോവുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് എന്താ പറയുക, ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ പോയിട്ട് UG പഠിക്കാൻ പോയി. അതുകൊണ്ട് തന്നെ 53 പേരുള്ള ക്ലാസ്സിൽ ഞാൻ ഒരുത്തി മാത്രമായിരുന്നു മലയാളി. അപ്പം ആ സമയത്ത് എൻ്റെ സീനിയേഴ്സ് എല്ലാവരും മലയാളികളായിരുന്നു, പക്ഷെ അവരെല്ലാവരും കാലിക്കറ്റ്, കണ്ണൂർ ആ സൈഡ്. അപ്പം തൊട്ടിട്ട് ഞാൻ ലീവിനോ ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെല്ലാവരും അറിയായിരിക്കുമല്ലോ, നമ്മൾ മലയാളീസിനോട് പ്രത്യേകം പറയണ്ടേ നമ്മുടെ കോളേജ് ലൈഫൊക്കെ എങ്ങനെയായിരിക്കും. നമ്മളെല്ലാവരും ഒരാൾ നാട്ടിൽ പോകണമെങ്കിൽ എല്ലാവരും കൂടെ അങ്ങ് പാക്ക് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളും എല്ലാവരും പോകുമ്പോൾ ഞാൻ ഒരുത്തി മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ സൈഡ്. ആ സമയത്തും അൺറിസർവേഷനിൽ കയറിയിരുന്ന് ചാടി കയറി ആ ബാത്റൂമിൻ്റെ സൈഡിലിരുന്ന് യാത്ര ചെയ്ത് വരും. പക്ഷെ അപ്പം എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല, കാരണം 6 hours ട്രാവലാണ്. പക്ഷേ ഇത് ചെന്നൈയിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വരെ വരണം. പക്ഷെ ആ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ കുറച്ച് മുന്നേ റെയിൽവേ സ്റ്റേഷനിൽ പോയി
ചെന്നൈ സെൻട്രലിൽ പോയിട്ട് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറി സീറ്റ് പിടിച്ച് അങ്ങനെ അടിപിടിയൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അന്ന് രാത്രി വിളിച്ചിട്ട് എല്ലാവരും നാട്ടിൽ പൊക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോകും? അതിലും വലിയ ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ നമ്മുടെ ഗവൺമെന്റ് ആയിരുന്നു സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അവര് കംപ്ലീറ്റ് കേരള ബോർഡർ ക്ലോസ് ചെയ്തു. കേരളത്തിന് പുറത്തേക്കും കേരളത്തിന് പുറത്തേക്കും പുറത്തുനിന്ന് കേരളത്തിലേക്കും ആരെയും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. ബോർഡർ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷമാണല്ലോ നമ്മൾ ഇത്രയും ഇ പാസ് ഇല്ലെങ്കിൽ നമ്മൾ ഈ സിറ്റുവേഷനിലുള്ള സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ പിന്നെയാണ് നമ്മൾ കുറച്ചൊക്കെ റിലീസ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. അതിനു മുന്നേ കംപ്ലീറ്റ് സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം നമ്മളിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതെ ഗവൺമെന്റ് മൊത്തത്തിൽ ഒരു എല്ലാവരെയും ലോക്ക് ചെയ്തിടുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പെട്ടു അവിടെ. എനിക്ക് പോകാനൊരു വഴിയില്ല. ധരണിയാണെങ്കിൽ ചെന്നൈയിലും ഇല്ല, ധരണി വീട്ടിലാണ്. ഇതൊക്കെ എന്തായാലും ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഓഫീസിൽ പോയി സിസ്റ്റമൊക്കെ കളക്ട് ചെയ്ത് റൂമിൽ വന്നിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതല്ല. ഞാൻ വീട്ടിലും വിളിച്ചു പറഞ്ഞു എനിക്ക് എങ്ങനെ പോകണമെന്നറിയില്ല. കാരണം എനിക്ക് പോകാൻ ഒരു ഓപ്ഷനും ഇല്ല. വണ്ടിയില്ല, കേരളത്തിൽ ബോർഡർ കടത്തി വിടില്ല, ഞാൻ ലോക്കായി പോകും. ബാക്കി എല്ലാവരും ഒബിയസ്ലി എന്തായാലും പെട്ടെന്ന് എല്ലാവർക്കും അവരുടെ വീട് എത്തിച്ചേരണം. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി. അപ്പം ഞാൻ പെട്ടെന്ന് ധരണീനെ ഫോൺ വിളിച്ച് പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ വിളിച്ച് പറഞ്ഞു പെട്ടെന്നായതുകൊണ്ട് എനിക്ക് പോകാനും വഴിയിൽ കേരള ബോർഡർ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തേക്കാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പറഞ്ഞു. ധരണി ഇത് വീട്ടിൽ അവിടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അവർക്കും ടെൻഷൻ, നമ്മുടെ വീട്ടിലും ടെൻഷൻ. ധരണിയും ഇവിടെ ഇല്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് വന്ന് കണ്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് സംസാരിച്ചാലല്ലേ എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടുള്ളൂ, എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ധരണി എന്നോട് പറഞ്ഞു നീ പേടിക്കണ്ട, ഞാൻ രാത്രി തന്നെ പുറപ്പെട്ട് വരാം, ചെന്നൈയിലേക്ക് വരാമെന്ന് പറഞ്ഞു. രാത്രി വിഴുപ്പുരത്തുനിന്ന് കാറെടുത്ത് എന്നെ വീട്ടിൽ അവിടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ട് വന്നു. കാരണം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് നെക്സ്റ്റ് ഒന്നും അറിയില്ല. ഫുൾ ബ്ലാങ്ക് ആണ്, ഞാനും ബ്ലാങ്ക് ആണ്, ധരണി ബ്ലാങ്ക് ആണ്, വീട്ടിലെല്ലാവർക്കും ടെൻഷനാണ്. ഇനി എന്ത് ചെയ്യാം, എങ്ങനെ ഞാൻ വരും എന്നറിയാതെ. കാരണം ആ സമയത്ത് ഇത്രയും ഈസി ആയിട്ടില്ലായിരുന്നു. കാരണം അത് സ്റ്റാർട്ടിങ് ഇതല്ലായിരുന്നു. അതുകൊണ്ടിട്ട് ഇപ്പം അത് കഴിഞ്ഞ് ട്രാവൽ ചെയ്യുന്നത്ര നമുക്ക് കുറച്ച് ഫ്രീ ആക്കിയിട്ടില്ലായിരുന്നു. അത് സ്ട്രിക്റ്റ് ഭയങ്കര എല്ലാം ബ്ലോക്ക് ചെയ്ത് എല്ലാ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജ് ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഒറ്റപ്പെട്ടു. കൊറോണയിൽ ഞാൻ തന്നെ എൻ്റെ റൂമിൽ ഒറ്റയ്ക്കായി. ധരണി വരുന്നത് വരെ വെയിറ്റ് ചെയ്ത്, ധരണി എങ്ങനെ വരാനും ഏർലി മോർണിംഗ് ആവും. അപ്പം വന്നിട്ട് എന്തായാലും ഒന്നും ചെയ്യാനില്ല, ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെൻഷൻ കാരണം ധരണി അവിടുന്ന് വീട്ടിൽ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പുറപ്പെട്ടതാണ്. സോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ അവിടെ ഒറ്റയ്ക്കായി. ബാക്കി സ്റ്റോറി ഇൻ അനദർ വീഡിയോ. ബൈ ബൈ.